ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്താനായി ഷാഫി പറമ്പിൽ എത്തിയിരിക്കുന്നു. പാലക്കാട്ടാണ് ഷാഫിക്ക് വോട്ട്. ആഗ്രഹിക്കുന്നവരാണ്. ബോംബ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിനെതിരെ സമാധാനത്തിന് വേണ്ടി വടകരയിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതും ഇന്നലെ രാത്രി തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. വളരെ ഹീനമായ മാർഗങ്ങൾ തേടുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അവിടെ നിൽക്കട്ടെ, പക്ഷെ നാട്ടിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കിയാൽ വിഭജിക്കാൻ എളുപ്പമാണ്, ഒരുമിപ്പിക്കാനാണ് പ്രയാസം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ വേർതിരിവ് നടത്തിയാൽ അതിൻ്റെ പ്രയാസങ്ങൾ സമൂഹത്തിൽ പിന്നീട് ഉണ്ടാകും. അതാരും ചെയ്യരുത്, ആരും അതിന് മെനക്കെടുകയും ചെയ്യരുത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു നേതാവും ഒരു ഭരണാധികാരിയും അതിന് മെനക്കെടരുത്. ഇന്നലെ തന്നെ ഇപ്പം ഉണ്ടാക്കിയത്, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, മണിക്കൂറുകൾക്കകം തന്നെ ആ ചെറുപ്പക്കാരൻ തന്നെ രംഗത്ത് വന്ന് അങ്ങനെ ഒരു മെസ്സേജും ഇല്ല, അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഇല്ല, അതെവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറി പോലീസ് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം തീർത്തും അവാസ്തവങ്ങളായ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ പോലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിനെതിരെയും വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങളൊന്നും അങ്ങനെ മതത്തിൻ്റെ പേരിൽ അളക്കപ്പെടുന്ന ആളുകളായിട്ട് ഇതുവരെ കേരള പൊതുമണ്ഡലത്തിൽ മാറിയിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മതത്തിൻ്റെ പ്ലസ്സിലല്ല, മതേതരത്വത്തിൻ്റെ പ്ലസ്സിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ജയിക്കാൻ പോകുന്നത്. വടകരയിൽ സംശയവുമില്ല വിജയത്തിൽ ഭൂരിപക്ഷം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച അല്ല, ഭൂരിപക്ഷത്തിൻ്റെ കാര്യമൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് ഇറങ്ങിയ ആദ്യത്തെ സെക്കൻഡ് തൊട്ട് ഫസ്റ്റ് ദിവസം മാർച്ച് 10 മുതൽ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നടന്ന കലാശക്കൊട്ട് വരെ ജനങ്ങൾ നയിച്ചൊരു തെരഞ്ഞെടുപ്പാണ്, ജനസഞ്ചയം നയിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അത് നിയോജകമണ്ഡലം തലത്തിൽ, മണ്ഡലം തലത്തിൽ, അതുപോലെ തന്നെ ബൂത്ത് തലങ്ങളിലൊക്കെ ആളുകൾ വളരെ സ്നേഹത്തോടെ അകമഴിഞ്ഞ പിന്തുണയും മനനിറയെ സ്നേഹവും തന്നിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. പാലക്കാട് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ എനിക്ക് വരാമല്ലോ. എനിക്ക് പാലക്കാട് നിന്ന് വരാൻ ഇനിയിപ്പോൾ ഒരു സ്ഥാനത്തിൻ്റെ പദവിയുടെ ഒരാവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിനപ്പുറം ഒരു ബന്ധം, അത് സമയം ഉത്തരവാദിത്തങ്ങളും അനുസരിച്ച്. പക്ഷെ പാലക്കാടിനെ അങ്ങനെ അറുത്തു മുറിച്ച് മാറ്റാൻ പറ്റില്ലല്ലോ. പാലക്കാട്ടെ എല്ലാ വോട്ടർമാരോടും എൻ്റെ പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട ശ്രീ വി.കെ. ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ കുമാരി രമ്യ ഹരിദാസ് MP, പ്രിയപ്പെട്ട അബ്ദുൾ സമദ് സമദാനി, ഈ ജില്ലയിൽ വരുന്ന 3 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ്. ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ടുള്ള ജനപ്രതിനിധികളാണ്. അവർക്ക് രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടും ജനതയുടെ ശബ്ദം പാർലമെൻറ്റിനകത്തും പുറത്തും കേൾക്കുമെന്ന് ഉറപ്പുവരുത്താനും വികസന കാര്യങ്ങളിൽ നിലക്കാത്ത ഇടപെടൽ നടത്താനും അതിന് സാധിക്കുമെന്നുള്ളത് ബോധ്യപ്പെട്ടുള്ളതുകൊണ്ട് എല്ലാവരോടും, ഈ ജില്ലയിലെ മുഴുവൻ വോട്ടർമാരോടും 3 സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.